കണ്ടോ, ഇവള് എന്നെ സെലക്ട് ചെയ്ത് എൻ്റെ കൊച്ച. സത്യം പറയാമല്ലോ, തക്കുട് കൊണ്ടു തന്നതാണ്. വലുതായി കഴിഞ്ഞിട്ട് ഇത്ര സ്നേഹവും നന്ദിയും പകയും ക്രൂരനായിട്ടുള്ള ഒരാൾ വേറെ കാണത്തില്ല. ഇത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നലെ ഇവളെ അടിക്കാത്തത് എന്താണെന്നറിയാമോ? ഇവളെ ഞാൻ എടുത്ത് വളർത്തിയതല്ല, കാരണം ഇവൾ എന്നെ എടുത്ത് വളർത്തുന്നത് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു പ്രായത്തിൽ ഇവളെ എന്നെ തേടി വന്നതാണ്. പിന്നെ ഇവിടെ അങ്ങ് കൂടി. അപ്പം ഇന്നലെ കോവിനെ പിടിച്ചിട്ട് ഇവളെ അടിക്കാത്തത് എന്താണെന്നറിയാമോ? ഇവളെ അടിച്ചാൽ ചിലപ്പോൾ ഇവൾ പിണങ്ങിപ്പോവും. പക്ഷേ ഇവൾ എത്ര അടിച്ചെന്ന് പറഞ്ഞാലും പിന്നെ ഈ വാലാട്ടിക്കൂടെ നമ്മളെ പുറകെ വരും. നമുക്ക് സങ്കടമല്ലേ? നമുക്കുള്ളൊരു ആയുസ് അതെപ്പോഴാണെങ്കിലും നമുക്ക് തേടി വരും. നമുക്ക് എത്ര പണം വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു മൃഗത്തെ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, ഒരു ചെടീനെ, ഒരു വണ്ടി, അത് നമുക്ക് വാങ്ങൽ എത്ര പണം ഉണ്ടെങ്കിലും നടക്കുകയില്ല. അതുകൊണ്ടാണ് മൃഗങ്ങളെ ഉപദ്രവിക്കാതെ മൃഗങ്ങളെ സ്നേഹിച്ചങ്ങ് പോകുന്നത്. എനിക്ക് ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടും. പക്ഷെ ഒരു മൃഗത്തെ വേദനിപ്പിച്ചുള്ളൊരു ജീവിതം അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്.